നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? പനി പിടിച്ചു ഗൈസ്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കേട്ടോ. ചുമയും പനിയും ഒക്കെയാണ്. പിന്നെ എന്താ പറയുക, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ജിൻഡോയുടെ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൾ ഭയങ്കര ഡള്ളാണ്. നോർമലി ഇന്ന് ഫുള്ള് ഞാനൊരു രാവിലെ മുതൽ ലൈവ് കണ്ടു. എന്താ, ഞാനത് വൈഫൈ ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാർ ചെയ്തിട്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഇന്ന് ഫുള്ള് ഞാൻ കണ്ടു. അതിൽ ടാസ്കിൽ വേഗം ഔട്ടായി. പിന്നെ നമ്മുടെ അഭിഷേകാണ് മുന്നിലുള്ളത്. എന്തായാലും അടിപൊളിയാണ്. അഭിഷേക് നന്നായി ചെയ്തു. നമ്മൾ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണല്ലേ. അഭിഷേക് നല്ലൊരു മനുഷ്യനാണ്. ആവശ്യമില്ലാത്ത എനിക്ക് തോന്നുന്നു ഈ വീട്ടിലൊക്കെ ലൈവ് കാണുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നതെന്ന് അറിയോ, പിന്നെ മമ്മിയൊക്കെ പറയുന്നത് എന്ത് നല്ല കൊച്ചാണ് അഭിഷേക്, നല്ല കുടുംബത്തിൽ ജനിച്ച കൊച്ചാണ്, എന്ത് നല്ല മോൻ, ഒരു നെഗറ്റീവ് പറയാൻ പറ്റില്ല, പിന്നെ ആവശ്യമില്ലാതെ വഴക്കലില്ല, ഒന്നിനുമില്ല ആവശ്യമില്ലാത്ത, എന്നാൽ അവൻ്റെ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് മമ്മിക്ക് അഭിഷേകിനെ. അപ്പോൾ അഭിഷേകാണ് ഫസ്റ്റ് പോയിന്റോടെ ടിക്കറ്റ് ടു ഫിനാലിൽ നമ്പർ 1. ജിൻഡോയ്ക്ക് ലാസ്റ്റ് പെർഫോമൻസ് ഞാൻ കണ്ടു. വേഗം ഔട്ടായി. ഇങ്ങനെ ബോളിങ്ങനെ കയ്യിൽ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ചെയ്തിങ്ങനെ പിടിക്കുന്ന ഒരു ടാസ്ക്കായിരുന്നു. അതിൽ നമ്മുടെ ജിൻഡോ വേഗം ഔട്ടായി. അതിൽ ജയിച്ചത് അഭിഷേക് തന്നെയാണ്. ഫസ്റ്റ് സായിയും സെക്കൻഡ് അഭിഷേകുമാണ് ജയിച്ചത്. അതിൽ പിന്നെ ഋഷിക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതൊരു നല്ല ബാലൻസ്. പക്ഷെ എന്താ നല്ല ബാക്കി ഓരോ സീനിലും ഓരോരുത്തർ അവിടെ ഇരിക്കുന്ന ഓരോ കോൺവെർസേഷൻ, അതായത് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ജിൻഡോയെ കാണുമ്പോൾ ആളിങ്ങനെ സൈലൻ്റ് ആണ്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തോ ശാരീരിക ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് അതിജീവിക്കട്ടെ വേഗം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഒരു എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പേരിൽ പുറത്താകാതിരിക്കട്ടെ. ഓരോ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പേരിൽ പുറത്താക്കുമെന്ന് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ജിൻഡോ ജനമനസ്സുകൾ വിജയി തന്നെയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവിടെ നെഗറ്റീവ് ഒന്നുമില്ല. ഫസ്റ്റ് വീക്കിലുള്ള ആ ഒരു ഇത് അല്ലാണ്ട് നെഗറ്റീവ് ഒന്നുമില്ല. പിന്നെ ജാസ്മിന് നോറ കോൺവെർസേഷൻ ഇന്ന് ജാസ്മിൻ നല്ലപോലെ നോറയെ ഇട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നോറയെ വെല്ലുവിളിക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ് വന്ന് സംസാരിക്കാമെന്ന്. പക്ഷേ നോറ വരുന്നില്ല. കാരണം നോറയ്ക്കറിയാം നോറയുടെ കള്ളത്തരം പുറത്താവുന്നില്ലേ. കാരണം അവർ തമ്മിൽ പുറത്ത് തന്നെ പേഴ്സണലി നിറയെ റിലേഷൻഷിപ്പ് അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നോറയുടെ A to Z ജാസ്മിൻ്റെ A to Z ഒക്കെ പരസ്പരം അറിയാം. അതുകൊണ്ട് തന്നെ പരസ്പരം ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ മോശമായിരിക്കും. അതുപോലെ ആയിരിക്കും പുറത്തെ കാര്യങ്ങളൊക്കെ. എന്ത് തന്നെയായാലും അവർ അങ്ങനെ പോയി. ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണിക്കുന്നത്. ഭയങ്കര ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജാസ്മിൻ്റെ വീട്ടുകാർ വന്ന് പോയ ശേഷം അഫ്സൽ ജാസ്മിന് വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ടെന്ന് ജാഫർ അങ്കിൾ പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഓക്കെയാണ്. കാരണം അതുവരെ ജാസ്മിൻ ടെൻഷൻ ഉണ്ടായിരുന്നു. ഗബ്രിയുമായിട്ട് ലവ് ട്രാക്ക് വിടാനും പറ്റുന്നില്ല, പുറത്തുള്ള ആൾ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഒന്ന് അവളുടെ കോൺഫിഡൻസ് പുറത്തൊരാളുണ്ടെന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭിന്നായി കഴിഞ്ഞാൽ അത് പിന്നെ പുറത്ത് ആ ലവറൊന്നും വേണമെന്നൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഇന്നലത്തെ രാത്രിത്തെ ലൈവിൽ ജിൻഡോനോട് പറയുന്നുണ്ട്, അഫ്സൽ എന്ന് പറയുന്ന ഒരാൾ എന്നിട്ട് കല്യാണ ആലോചന വന്നു, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തന്നെ ഒരിക്കലും പുറത്തിറങ്ങിയാൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഒന്ന് മറന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും നമ്മുടെ ജിൻഡോ വളരെ സൈലൻ്റ് ആയിട്ടോട് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തോ? ഇന്നലത്തെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു, സ്കീ ഐസ്ക്രീമിൻ്റെ. അടിപൊളിയായിരുന്നു കേട്ടോ. ജിൻഡോയുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാ കണ്ടസ്റ്റൻസും തലകുത്തി കിടന്ന് ചിരിക്കുമായിരുന്നു. ജാസ്മിനൊക്കെ ചെയറിൽ നിന്ന് വീണ് കിടന്ന് ചിരിക്കുന്നത് കണ്ടു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആ ഒരു പിന്നെ എന്താ പറയുക, BGM ഒക്കെ ഇട്ട് വന്നതും അടിപൊളിയായിരുന്നു. എന്ത് തന്നെയായാലും മേ ബി ഒത്തിരി ആരും കളിക്കുന്നില്ല, എല്ലാവരും സൈലൻ്റാണ്. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ കളിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും അവിടെ കുത്തിയിരിക്കുന്നുണ്ട്, ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ജിൻഡോയും വളരെയധികം വീക്കായിട്ട് തോന്നുന്നു. എന്ത് തന്നെയായാലും നമ്മൾ ആരും വോട്ട് ചെയ്യാൻ മറക്കരുത് ജിൻഡോയ്ക്ക്. ഞാനിന്ന് വോട്ട് ചെയ്തു, നിങ്ങളെല്ലാവരും വോട്ട് ഞാൻ ഇന്ന് വോട്ട് ചെയ്തില്ല. ഈ ആഴ്ച നമ്മുടെ ജിൻഡോ നോമിനേഷനിൽ വന്നില്ല. അപ്പോൾ ഞാനൊരു യൂട്യൂബിൽ കേട്ടതാണേ, അതായത് നമുക്കിപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മൾ ജിൻഡോയുടെ വോട്ട് ഇപ്പോൾ ജിൻഡോ നോമിനേഷൻ വന്നിട്ടില്ല. അപ്പോൾ ജിൻഡോയുടെ വോട്ട് നമ്മളെന്താക്കും, നമുക്ക് ജിൻഡോയുടെ ഫാൻസ് നിറയെ പേർക്ക് ജാസ്മിൻ അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും, മേ ബി അഭിഷേകിന്. അപ്പോൾ എന്താക്കും, അഭിഷേക് ഇങ്ങനെ ടോപ്പിൽ കയറി വരികയും ചെയ്യും. അപ്പോൾ ടോപ്പിൽ കയറി വരികയും ചെയ്യും, ജാസ്മിൻ നമ്മൾ ഔട്ടാക്കുമെന്ന് വയ്ക്കുമ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആകുവാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവരിതിൽ പറയുന്നത് നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാതിരിക്കുക,
ജിൻഡോ നോമിനേഷനിൽ നമ്മളാരും വോട്ട് ചെയ്യണ്ട, അഭിഷേകിന് ഓട്ടോമാറ്റിക് വോട്ട് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് അഭിഷേകിന് ഇഷ്ടമായതുകൊണ്ട് ജിൻഡോ ഇല്ലാത്തതിന് എനിക്ക് അതിന് എത്തിക്സ് അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ അഭിഷേകിനാണ് വോട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ ആഴ്ച ഫുള്ള് നോമിനേഷനിൽ വന്ന അഭിഷേകിനാണ് വോട്ട് കൊടുത്തത്. ഇനി ഇത് കൊടുത്താൽ വോട്ട് സ്പ്ലിറ്റ് ആവുമോ എനിക്കറിയില്ല. എനിക്ക് ജിൻഡോ എന്തെങ്കിലും 100% ജിൻഡോ വിന്നാകണം. ഇനി മേ ബി ജിൻഡോ ഇതുപോലെ സുഖമില്ല അതിനെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അഭിഷേക് വിന്നാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അഭിഷേക് നല്ല എന്താ പറയുക, നല്ല കഴിവുള്ള പേഴ്സണാണ്. ഒരുപക്ഷെ മോഹൻലാൽ ആ വിക്ടിം കാർഡ് കൊടുക്കാതിരുന്നെങ്കിൽ അവൻ ടോപ്പ് അടിച്ച് വന്നേനെ. ആ വിക്ടിം കാർഡ് ആ ഒരു യെല്ലോ കാർഡ് കൊടുത്ത് സൈലൻ്റ് ആക്കി കളഞ്ഞില്ലേ 2 വീക്സ്. പിന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അവനെ സൈലൻ്റ് ആക്കിയത് കൊണ്ടാവാം മേ ബി പെർഫോമൻസ് ചെയ്യാൻ വരാത്തത്. പക്ഷേ നോമിനേഷൻ ഒന്നും എല്ലാത്തിനും സേവ് ആവുകയും ചെയ്തു. അത് ടാസ്കിലൊക്കെ ഉണ്ട്, അതൊന്ന് അടിച്ച് പൊളിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ, ചിലവരിങ്ങനെ വായി തോന്നിയൊക്കെ സംസാരിക്കും, അതിനൊരു കഴിവാണ്. എന്തും പ്രശ്നം ഫേസ് ചെയ്യും. ചിലവർ ഒന്നും ആവശ്യമില്ലാതെ അവരോട് സംസാരിക്കില്ല. അങ്ങനത്തെ ക്യാരക്ടറാണ് അഭിഷേക്. നിറയെ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് മദേഴ്സ് ഡേ ആ ഒരു ലെറ്ററോടെയാണ് എനിക്ക് അഭിഷേകിനെ വല്ലാണ്ട് ഇഷ്ടമായി തുടങ്ങിയത്. എന്താ വെച്ചാൽ ജിൻഡോയുടെ അത്ര അല്ല കേട്ടോ, എന്നാലും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അഭിഷേകിനാണ് വോട്ട് ചെയ്തത്. ഈ വോട്ട് സ്പ്ലിറ്റിൻ്റെ കാര്യം ആരെങ്കിലും അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ നമ്മളെ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ജിൻഡോയ്ക്ക് തന്നെയാണ്. എല്ലാവരും ജിൻഡോ ഇനി നോമിനേഷനിൽ വരില്ല, എന്നാലും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഒരു ടാസ്ക് വരുന്നുണ്ടെന്ന് പറയുന്നു, നമ്മൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നൊരു ടാസ്ക്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാം. നമ്മൾ ജിൻഡോയ്ക്ക് ഫേവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തും ചെയ്യാം. അതുപോലെ എനിക്കൊന്നേ പറയാനുള്ളൂ, ജിൻഡോയുടെ ഫാൻസിനോട് എല്ലാവരോടും ഞാനടക്കം എല്ലാവരോടും പറയണേ, ഒരു കണ്ടസ്റ്റൻസിനെയും പോയി തെറി വിളിക്കരുത്. മെയിനായിട്ട് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ജിൻഡോ ഫാൻസിനെയും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്തതിനും തെറി വിളിക്കുന്നത്. അതിന് നിങ്ങൾ പോയി തിരിച്ച് തെറി വിളിക്കരുത്. കാരണം അവിടെ തെറി വിളിക്കുമ്പോഴാണ് ഇത് ബിഗ് ബോസ് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം റോബിൻ്റെ കാര്യത്തിൽ ഇതുപോലെ റോബിൻ ഇങ്ങനെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റേ ഇവിടെ എന്താ പറയുക അതിൻ്റെ പേരിനെ നമ്മൾ അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കുമല്ലോ, എന്താണ് ആ റൂമിൻ്റെ പേര് മറന്നു കേട്ടോ, സീക്രട്ട് റൂമിൽ റോബിൻ ആയി എന്നറിഞ്ഞ് ഔട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ റോബിൻ്റെ ആരാധകർ ഒത്തിരി പേര്, ഞാൻ ബ്ലസ്റ്റിയുടെ ആരാധകനായിരുന്നു, റോബിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ റോബിൻ്റെ ആരാധകരൊക്കെ എന്താ പറഞ്ഞേ, അങ്ങനെയാണ് ഞങ്ങൾ കേസ് കൊടുക്കും, എത്ര വക്കീലന്മാർ മുന്നോട്ട് വന്ന് കേസ് കൊടുക്കും, പിന്നെ എത്ര ഇനി അമ്മമാരെല്ലാം ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ ബഹിഷ്കരിക്കും, മോഹൻലാലിൻ്റെ സിനിമ ബഹിഷ്കരിക്കും, ഒരിക്കലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല അല്ലേ, സത്യമല്ലേ അത് കാരണം ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയും ഒരു ബിഗ് ബോസ് ഇത്രയും വലിയ എമൗണ്ട്, ഇത്രയും വലിയ ഹ്യൂജ് പണം മുടക്കി അവർ ചെയ്യുമ്പോൾ അവൾ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അവരുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കറിയാം ഇപ്പോൾ ഒരു ഫിസിക്കൽ അസാൾട്ട് വന്നാൽ അതെങ്ങനെ ഹോൾഡ് ചെയ്യണം. നമുക്ക് അവരെ ഷോ പൂട്ടിക്കാതെ മാക്സിമം അവർ 100-1000 ടൈം അവർ ശ്രമിക്കുന്ന ഒരു കാര്യം അവരുടെ ഷോ പൂട്ടിക്കാതിരിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് റോബിൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി. ആ സമയത്ത് എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു, മൊബൈലൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് മൊബൈൽ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ റോബിൻ്റെ പിന്നെ യൂട്യൂബിൽ റിവ്യൂസ് ഇല്ലായിരുന്നു, യൂട്യൂബ് ഉണ്ടായിരുന്നല്ല മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ നമ്മൾ ഹോട്ട്സ്റ്റാറിൽ ഞാൻ വോട്ട് ചെയ്തൊക്കെ ഇങ്ങനെ എൻ്റെ ഫോൺ എനിക്ക് എല്ലാവരുടെ ഫോണും വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് അധികം വരുമ്പോൾ അവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പറയുവാണ്, എന്നാൽ പിന്നെ അവനെ പുറത്താക്കിയിട്ട് തന്നെ കാര്യം, അങ്ങനെ പറഞ്ഞ് പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് എന്തോ അധികാരമുണ്ട്, അവർ ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കി ചെയ്യുമ്പോൾ അവർക്ക് അധികാരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കേസുമായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മുടെ ജിൻഡോനെ സ്നേഹിക്കുന്നവർ പ്ലീസ് എല്ലാവരോടും റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് വേറൊരു കണ്ടസ്റ്റൻസിനെ മെയിൻ ജാസ്മിനോ ആരെയും ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള കമൻറ്റ് ചെയ്യണം. അവരുടേതായ അവരിങ്ങോട്ട് എന്ത് തെറിയും വിളിച്ചോട്ടെ, നമുക്കത് കേൾക്കാം. കാരണം നമ്മൾ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ആരെയും പോയി തെറി വിളിച്ച് നമ്മുടെ ജിൻഡോനെ തന്നെ നമ്മൾ കുരുക്കിലാക്കരുത് എന്ന് റിക്വസ്റ്റ് എല്ലാവരോടും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഒത്തിരി നിങ്ങൾ ഷെയർ ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബർ ആക്കി തരണം പറ്റുമെങ്കിൽ. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം.